സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും സർവശക്തനായ ദൈവവും പിതാവുമായ എനിക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആത്മാവിൽ നിറയുന്നോരൻ ദൈവമേ, സ്തുതിയോടെ പാടുന്നോരേ ഞങ്ങളിൽ വചനമാം സ്നേഹവുമായി നീ വരൂ ദേവാ. മിഴി തേടിയ കാരുണ്യമായി നീ, മൊഴി കേൾക്കും ആനന്ദമായി നീ, മനമാകെ നിറയും നീ കനിവായെന്നും. കർത്താവേ, ഇഹലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സ്വീകരണം സൂചിപ്പിക്കുന്ന അങ്ങേ ദൈവിക പ്രകൃതിയുടെ നിത്യമായ ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകുവാനും സൽപ്രവൃത്തികളിൽ വ്യാപൃതരായി ഈ ലോകജീവിതം നയിക്കുവാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നടന്ന് എന്നും നിലനിൽക്കുമാറാകട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ
പിടയുമൊരു നോവോടെ കണ്ണാടി എന്ന പോലെന്നെ കണ്ടതും നിന്റെ കണ്ണിലല്ലേ ഞാൻ തനിയെ നിന്നതും കൂടെ വന്നു നീ ജീവനേകിയില്ലേ കൂരിരുളിൻ പടവിൽ മുന്നിൽ മിന്നിത്തെളിയാൻ പൊന്നിൻ താരത്തിരിയായി നീ വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കൊമ്പിലിരുന്നേ മാലാഖപ്പൂവിതളേ നീ കൂരിരുളിൻ പടവിൽ മുന്നിൽ മിന്നിത്തെളിയാൻ പൊന്നിൻ താരത്തിരിയായി നീ വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കൊമ്പിലിരുന്നേ മാലാഖപ്പൂവിതളേ നീ പോകാതെ നനഞ്ഞിടറിത്തൂവാതെ മായാതെ മനം പിടയുമൊരു നോവോടെ നിറഞ്ഞ സന്തോഷത്തോടെ കയ്യടികളോടെ നമുക്ക് അവരെ 3 പേരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. So, ഈ ഒരു നിമിഷം ഇവരിവിടെ നിൽക്കുമ്പോൾ there are 2 people I would like to remember who are not with us in their presence but with the spirit. എഡ്ഗറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാൻഡ് പേരൻസ് മോളി ആന്റി ആൻഡ് ഫ്രാൻസിസ് അങ്കിൾ who he would call as daddy and mom. So ഒരു നിമിഷം ഫ്രാൻസിസ് അങ്കിളിന്റെയും മോളി ആന്റിയെയും ഓർത്തുകൊണ്ട് will resume this function on stage. So ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് അവരെ ഒന്ന് ഓർക്കാം. Definitely they are the one looking up to him today with all the happiness and showering him with lot of blessings. So now I would like to invite Edgar's dear godparents, grandparents, and definitely his paternal grandparent figures. English uncle, Bonnie uncle, Ida auntie, Judy auntie, everyone out to the stage. And definitely I should not forget 2 other people, Edgar's Priyapata Kochapan and Kochama, with a little one in pink. So yeah, welcome everyone onto the stage.
move on to the cake cutting, I would like to hear from Edgar's parents and his closed ones. അല്ലേ, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. സോ ഇന്ന് നമ്മുടെ എഡ്ഗർ ഫെയ്ത്ത് ജേർണിയിൽ ഒരു മൈൽ സ്റ്റോൺ ആണ് കടന്നിരിക്കുന്നത്. With all good health and happiness. So definitely I would like to, or we all would like to hear from his parents how they feel today. So ഞാൻ ഈ മൈക്ക് നിതിൻ്റെ ലിംബിക്കും കൈമാറുകയാണ്. ഹായ് ഓൾ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങൾക്കും പെട്ടെന്നൊരു അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പെട്ടെന്നുണ്ടായ ഒരു ഫംഗ്ഷനാണിത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനായില്ല. അങ്ങനെ ഒരു ഷോർട്ട് ടൈം ഒരു 2 ആഴ്ച ലീവ് കിട്ടിയപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ നാട്ടിലേക്ക് എത്തുകയാണ്. നാട്ടിൽ തന്നെ ഇത് ആഘോഷിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. കാരണം എൻ്റെ എല്ലാ ബന്ധുക്കളായാലും ഫ്രണ്ട്സായാലും എല്ലാവരും നാട്ടിലാണ്. നമ്മുടെ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ഈ നാട് നോക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ആഘോഷിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ദിവസം അയച്ച് മഴയോ കാര്യങ്ങളൊന്നും നമുക്ക് തടസ്സമായി വന്നില്ല. രാവിലെ മഴ കണ്ടപ്പോൾ വീണ്ടും പേടിച്ചു. എന്നാലും ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എല്ലാം ഭംഗിയായിട്ട് ഇതുവരെ പോയി. ബാക്കി പറയും. ആദ്യമേ തന്നെ ഇവിടെ എല്ലാവരും വന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരു മൈൽ സ്റ്റോൺ അതിവിടെ എല്ലാവരെയും കൂടി ഒരുമിച്ച്, എല്ലാ പ്രിയപ്പെട്ടവരെയും കൂടി ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയതിൽ ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് അവൻ്റെ ആദ്യ കുർബാന, അത് പരിശുദ്ധ കുർബാനയുടെ ദിവസം ആദ്യം നമുക്ക് ആഘോഷിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് ഞങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം താങ്ക്സ് ഫോർ ഓൾ കമ്മിങ് ഹിയർ. താങ്ക് യു. എഡ്ഗറിനെ പറ്റി പറയുന്നതിന് മുമ്പ് എഡ്ഗറിൻ്റെ അപ്പനെ പോലെ തുടങ്ങാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളൊരു കവിത അവനെ പറ്റി പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. പരിശ്രമിച്ചീടികൾ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണോ ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യന് പാരിലയച്ച ദേശം. നമ്മളിൽ പലരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. വെള്ളിക്കരണ്ടിയുമായി വന്ന കുട്ടികളാണെന്ന് പലരും. കാരണം കാരണവന്മാരുടെ കാലത്ത് എല്ലാവരും വളരെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചാണ് അവർ മക്കളെ വളർത്തിയിട്ടുള്ളത്. നേരെ മറിച്ച് വെള്ളിക്കരണ്ടിയൊന്നും ഇല്ലാതെ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയ ആളാണ് നിതിൻ, എഡ്ഗറിൻ്റെ അപ്പൻ. കയ്യടി കൊടുക്കേണ്ടതിന് നിതിൻ ദുബായിൽ പോയി പലരോടും ചോദിച്ച് പരിശ്രമിച്ച് അവരുടെ അവസരങ്ങൾ കൊടുക്കാനുള്ള അവരുടെ നല്ല മനസ്സ് കൊണ്ട് കൊണ്ടുപോയി ദുബായിൽ തീ പോലുള്ള വെയിലത്ത് കഷ്ടപ്പെട്ട് ജീവിച്ച് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തി. അവൻ്റെ അനിയനെയും കൊണ്ടുപോയി. അവരും അവിടെ സെറ്റിലായി. അതിനുശേഷം പരിശ്രമം നിർത്തിയില്ല. പിന്നെ ഒരു 2 പേരും കൂടി അയർലൻഡിലേക്ക് പോയി. അയർലൻഡിൽ ചെന്ന് അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വീട് പൊളിച്ച് നന്നായിട്ട് പണിത് ഒരു നല്ലൊരു വീടൊക്കെ പണിതു. അയർലൻഡിൽ ചെന്നിട്ട് അവിടെ ഒരു സൂപ്പർ വീട് പണിതു. ഇവിടുന്ന് അമ്മായിയപ്പനെയൊക്കെ കൊണ്ടുപോയി അവിടെ പെരവാസത്തിലേക്ക് നടത്തി. ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പോകും, എപ്പോഴെങ്കിലും പോകും. ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. പക്ഷേ ഈ പരിശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. ഇതുപോലെ ദൃഢനിശ്ചയത്തോടുകൂടി പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാവൂ. അതിൻ്റെ വിജയമാണ് അവൻ്റെ കുട്ടി അവനെ വളർത്തി ഇത്രയാക്കി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണമെന്നുള്ളൊരു ആഗ്രഹം. ഇപ്പം നാടിനെ മറക്കുന്ന ആളല്ല എന്നുള്ളത് പറഞ്ഞല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷ നിമിഷം ആസ്വദിക്കാൻ പറ്റി. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ആളാണ്. അപ്പോൾ അവൻ വരുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും കോമഡി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇവിടെ നാട്ടിൽ വരാനും നമ്മളൊക്കെ കാണാനും നമ്മളൊക്കെ സൽക്കരിക്കാനും ഒക്കെയുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. അവന് നല്ലൊരു ദിവസമുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ കുർബാനയുടെ പെരുന്നാളിൻ്റെ ദിവസമായിട്ട് കുർബാന കൈക്കൊള്ളാൻ പറ്റിയതിൻ്റെ ഒരു ഭാഗ്യമാണ്.
അതുകൊണ്ട് എന്നും ഇവിടെ സന്തോഷമായിട്ടിരിക്കട്ടെ. അങ്ങനെ നമുക്ക് സന്തോഷിക്കാം. നന്ദി, നമസ്കാരം. മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം പൊന്നോളം ചേലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാറിവിൽ ചിറകേറണം ആശതൻ തേരിതിൽ പറന്നു വാനിൽ നീവുയരണം. So let's begin the party. യെരൂശലേം നായകാ ബലർത്തൻ വിമോചകാ അഭയമായി പ്രകാശമായി ബദലഹേം നഗരിയിൽ കുളിരു പൊഴിയുമിരവിലായി വെറുമൊരു പുല്ലിൻ വിരിയിലായി ഇരുളിൽ തെളിയും മെഴുകുതിരി പോൽ ജാതനായൊരൻ യേശുവേ, യേശുവേ, യെരൂശലേം നായകാ ബലർത്തൻ വിമോചകാ അഭയമായി പ്രകാശമായി ബദലഹേം നഗരിയിൽ സ്നേഹമാം ദീപമേ നേർവഴി കാട്ടണേ കുരിശേറിയ കനിവേ തിരുവാമൊഴി തരണേ ഗാഗുൽത്തായിൽ ഇടറി നീങ്ങവേ പാപം പോക്കാൻ അലിയുമിടയനാം യേശുവേ, യേശുവേ, മേലെ മിഴി നോക്കി ഞാൻ പാടാൻ വന്നിതാ ചാരി കനിവോടെ നീ കേൾക്കാനില്ലയോ പാരിൻ ഇരുൾ മായ്ക്കുമീ പൊന്നിൻ താരമേ എന്നിൽ നിറയേണമേ സ്നേഹനാളമേ ആയിരം മേഘമാ കാവലാകണേ പൈതലാമെന്നെയും കാത്തിടേണമേ ആയിരം മേഘമാ കാവലാകണേ പൈതലാമെന്നെയും കാത്തിടേണമേ മേലെ
മിഴി നോക്കി ഞാൻ പാടാൻ വന്നിതാ ചാരി കനിവോടെ നീ കേൾക്കാനില്ലയോ നീറുമെന്നിലെ അലകൾ ശാന്തമാക്കുവാൻ തേടി വന്നു നീ വഴിമറഞ്ഞ രാത്രിയിൽ കുരിശിൽ പിടയുമ്പോൾ എന്നെ ഓർത്ത നാഥ ഹൃദയം മുറിയുമ്പോൾ എന്നെ തേടി നിൻ സ്നേഹം പാരി ഇരുൾ മായ്ക്കുമീ പൊന്നിൻ താരമേ എന്നിൽ നിറയേണമേ സ്നേഹനാളമേ ആയിരം മേഘമായി കാവലാകണേ പൈതലായി എന്നെയും കാത്തിടേണമേ